നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കലാമസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളീയം 2024 സമാപിച്ചു. മസ്കറ്റിലെ റൂവി അൽ ഫലജ് ഗ്രാൻഡ് ഹാളിൽ നടന്ന സാംസ്കാരികോത്സവത്തിന് സാക്ഷികളാകാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ ജനാവലിയാണ് എത്തിയത്. കേരളത്തിന്റെ സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകപ്രവർത്തകനും സംവിധായകനുമായ ജിനോ ജോസഫ് സംവിധാനം ചെയ്ത നാടകം കൂത്ത് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുന്നതായി. പ്രവാസികളായ കലാകാരന്മാർ അവതരിപ്പിച്ച നാടകത്തിന് വൻ കരഘോഷമാണ് ലഭിച്ചത്. മദ്രാസൂഖിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയായ PMG സൗഹൃദ സംഘം വിവിധ കായിക പരിപാടികളോടെ ഒത്തുകൂടി. മദ്രാസൂഖിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കടകളുടെ നടത്തിപ്പുകാരും അടങ്ങുന്നതാണ് സംഘങ്ങൾ. പ്രവാസി ജീവിതത്തിലെ വിരസത മാറ്റാൻ വിവിധ കായിക മത്സരങ്ങൾ തിരഞ്ഞെടുത്ത് നടത്തി മാതൃകയാവുകയാണ് ഈ കളിക്കൂട്ടം. എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ പരിശീലനവും വിവിധ ടീമുകളായി ഗ്രൂപ്പ് തിരിഞ്ഞ് ടൂർണമെന്റുകളും സംഘടിപ്പിച്ചാണ് തങ്ങളുടെ കായിക തൽപരത പ്രവാസ ലോകത്തും അവർ സജീവമാക്കുന്നതെന്ന് ടീം PMG അംഗങ്ങൾ അറിയിച്ചു. ഒമാനിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായി ICF ഒരുക്കുന്ന ക്യാമ്പ് മെയ് 25 രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ റൂവി അൽ കൗസർ മദ്രസയിൽ നടക്കും. ICF ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ നാഷണൽ പ്രസിഡന്റ് ഷഫീഖ് ബുഖാരി അധ്യക്ഷത വഹിക്കും. ഹജ്ജ് പ്രായോഗിക പഠനം എന്ന സെഷന് മുസ്തഫ കാമിൽ സഖാഫിയും ഹജ്ജ് വേളയിലെ ആരോഗ്യം എന്ന സെഷന് ഡോക്ടർ സാഹിർ കുഞ്ഞഹമ്മദും നേതൃത്വം നൽകും. ദുബായ് ബുഡോക്കാൻ കപ്പ് 2024 അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് വർണ്ണശബളമായ കൊടിയിറക്കം. കെന്റ് കോളേജ്, ഇത്തിസലാത്ത് അക്കാദമി എന്നീ വ്യത്യസ്ത വേദികളിലായി 2 ദിവസം നീണ്ടുനിന്ന ബുഡോക്കാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ 10ാമത് പതിപ്പിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായി 1000ഓളം ആയോധന കലാ പരിശീലകരാണ് മാറ്റുരച്ചത്. ദുബായ് പോലീസ് ബാൻഡിന്റെ വർണ്ണശബളമായ സംഗീത പരിപാടികളോടെ തുടക്കം കുറിച്ച ചാമ്പ്യൻഷിപ്പ് ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് ചീഫ് ഇവന്റ് കോർഡിനേറ്റർ മാഡം ഫാത്തിമ ബുഹാജിർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റൻഷി രഞ്ജിത്ത് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം.